എങ്ങനെയാണ് പ്രകാശ വേഗതയോട് അടുത്തുള്ള ഒരു വേഗതയിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധ്യമാവുക? ശാസ്ത്രലോകത്ത് ഇപ്പോൾ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞ വാർപ്പ് ബബിൾ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അതെന്താണെന്ന് ലഘുവായി മനസ്സിലാക്കാൻ നമുക്ക് ഒരു അനാലജിയിലൂടെ പറഞ്ഞു തുടങ്ങാം. നമുക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം. രണ്ട് സ്ഥലങ്ങളും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 1000 കിലോമീറ്ററുകളാണ്. നമ്മുടെ വാഹനത്തിന് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് 1 മണിക്കൂറിൽ 100 കിലോമീറ്റർ എന്ന രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ 10 മണിക്കൂറുകൾ എടുക്കും നമുക്ക് 1000 കിലോമീറ്ററുകൾ യാത്ര ചെയ്യാൻ. 1000 കിലോമീറ്ററോളം വ്യത്യാസം വരുന്ന ഈ രണ്ട് സ്ഥലങ്ങളെ വളരെയധികം ചുരുക്കി വെറും 100 കിലോമീറ്റർ മാത്രമാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് വെറും 1 മണിക്കൂർ മാത്രം മതി അവിടേക്ക് എത്തിച്ചേരാൻ. ഇവിടെ നമ്മൾ പ്രകാശ വേഗതയോ സൂപ്പർസോണിക് വേഗതയോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. യാത്ര ചെയ്തു തുടങ്ങുന്ന സ്ഥലത്തിനും ലക്ഷ്യസ്ഥാനത്തിനും ഇടയിലുള്ള സ്പേസ് എങ്ങനെയാണ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത്? അതിന് ഒരു പ്രത്യേകമായി നിർമ്മിക്കുന്ന ഡിവൈസ് നമ്മുടെ സ്പേസ് ക്രാഫ്റ്റിൽ തന്നെ ഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ ഡിവൈസിന്റെ പേരാണ് വാർപ്പ് ഡ്രൈവ്. വാർപ്പ് ഡ്രൈവ് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ ചുറ്റിനുമായി ഒരു ബബിൾ കൂടി രൂപപ്പെടുന്നു. അതിനെയാണ് വാർപ്പ് ബബിൾ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. തുടർന്ന് മുൻപിലുള്ള സ്പേസ് ടൈമിനെ ആ ഡ്രൈവ് പുറകിലേക്ക് വകഞ്ഞു മാറ്റുകയാണ്. ഇത് സാധ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നെഗറ്റീവ് ഗ്രാവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് മാസ് ഉണ്ടായിരിക്കണം. 2021 ഡിസംബർ മാസം 9-ാം തീയതിയാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പേപ്പർ പബ്ലിഷ് ചെയ്തു വന്നത്. ഡാർപ അല്ലെങ്കിൽ ഡിഫൻസ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസിയും നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററും ആക്സിഡന്റലി ഒരു വാർപ്പ് ബബിൾ ക്രിയേറ്റ് ചെയ്തു എന്നാണ് ആ പേപ്പറിൽ പറയുന്നത്. കശ്മീർ കാവിറ്റിയിൽ നടത്തിയ പഠനങ്ങളിലൂടെയാണ് നെഗറ്റീവ് ഗ്രാവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് മാസ് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമായത്. കശ്മീർ കാവിറ്റി എന്നാൽ വളരെയധികം അടുത്ത് സ്ഥിതി ചെയ്യുന്ന 2 പാരലൽ പ്ലേറ്റുകളാണ്. ഇവയുടെ ഇടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത് വളരെയധികം ചെറുതാണ്. ഈ പ്ലേറ്റുകളുടെ 2 വശങ്ങളിലും നമ്മൾ വാക്യൂം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മധ്യഭാഗത്ത്, അതായത് ഈ 2 പ്ലേറ്റുകളുടെ ഇടയിലുള്ള ഭാഗത്ത് നെഗറ്റീവ് വാക്യൂം ഉണ്ടാകുന്നു. കശ്മീർ എഫക്റ്റിനെ കുറിച്ച് ആദ്യമായി പറഞ്ഞത് പ്രശസ്ത ഡച്ച് ഫിസിസിസ്റ്റായ ഹെൻറിക് കാസിമിർ ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് വാക്യൂം അവിടെ ഉണ്ടാകുമെന്ന് പറയാൻ സാധിച്ചിരുന്നില്ല. കശ്മീർ ക്യാവിറ്റിയിലൂടെ ഒരു നെഗറ്റീവ് ഗ്രാവിറ്റി സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് ഉണ്ടാകുന്നത്. ഇവിടെ അതിഭീകരമായിട്ടുള്ള ഒരു മാസ് വേണ്ടി വരികയില്ല. അതിഭീകരമായ വലിപ്പമുള്ള ഒരു വാർപ്പ് ഡ്രൈവ് വേണ്ടി വരികയില്ല. വേണ്ടി വരുന്നത് വളരെയധികം വലിപ്പം കുറഞ്ഞ ഒരു ചെറിയ വാർപ്പ് ഡ്രൈവ് മാത്രമാണ്. ഇപ്രകാരം പ്രവർത്തിക്കുന്ന വാർപ്പ് ഡ്രൈവിന്റെ ഒരു ഡിസൈൻ ഇപ്പോൾ തന്നെ നാസ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി വരും വർഷങ്ങൾ അത് പ്രാവർത്തികമാക്കുന്നത് നമുക്ക് നേരിട്ട് തന്നെ കണ്ടു മനസ്സിലാക്കാം. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്.